സമസ്ത നേതൃത്വവുമായുള്ള സമവായ ചർച്ചകൾ നടന്നാൽ മുസ്ലിം ലീഗ് ഉപാധി വെച്ചേക്കും. അനുരഞ്ജന ചർച്ചകൾ നടന്നാൽ മുസ്ലിം ലീഗ് സുപ്രഭാതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉന്നയിക്കും. സുപ്രഭാതത്തിനെതിരെ ആരോപണം ഉന്നയിച്ച മുഷാവറ അംഗം ബഹാവുദ്ദീൻ നദ്വിയെ സംരക്ഷിക്കാനും ലീഗ് ശ്രമിക്കും. സമവായത്തിന് വോട്ടെണ്ണൽ നടന്ന് ഫലം പ്രഖ്യാപിക്കുന്നവരെ ലീഗിന് തിടുക്കമില്ല. എന്നാൽ അനുരഞ്ജനത്തിന് സമസ്ത നേതൃത്വം കൈനീട്ടിയാൽ മുസ്ലിം ലീഗ് മാറി നിൽക്കില്ല. ഉപാധികൾ വെച്ചായിരിക്കും ലീഗ് നേതൃത്വം ചർച്ചയ്ക്ക് തയ്യാറാവുക. സുപ്രഭാതത്തുള്ള അതിർത്തിക്ക് പരിഹാരം കാണുക സമസ്തയ്ക്ക് തലവേദനയാകും. സുപ്രഭാതം മാനേജ്മെന്റ് ടീമിലെ 4-5 പേർ ക്രമം വിട്ട് പ്രവർത്തിക്കുന്നു എന്നാണ് ആരോപണം. സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതിൽ പോലും നാളുകളായി ഡയറക്ടർ ബോർഡ് വിളിച്ചു ചേർക്കുന്നില്ല. മൂലധന സമാഹരണത്തിന് ധനസഹായം നൽകിയ 19 പേരും സംഘടനാ തലത്തിലുള്ളവരുമടക്കം 40 പേരാണ് ഡയറക്ടർ ബോർഡിലുള്ളത്. ഇതിൽ ബഹുഭൂരിപക്ഷവും ലീഗ് അനുകൂലികൾ. ദൈനംദിന കാര്യങ്ങൾ ചെയ്യുന്ന മാനേജ്മെന്റ് കമ്മിറ്റിയിൽ ലീഗ് അനുകൂലികൾ ഉണ്ടെങ്കിലും അവരുടെ അസാന്നിധ്യത്തിലാണ് പലപ്പോഴും തീരുമാനങ്ങൾ എടുക്കുന്നത്. എഡിറ്ററും മുഷാവറ അംഗവുമായ ബഹാവുദ്ദീൻ നദ്വിയെ റബ്ബർ സ്റ്റാമ്പാക്കിയെന്നും ആക്ഷേപമുണ്ട്. സത്താർ പന്തല്ലൂരിനെ ബഹാവുദ്ദീൻ നദ്വിയുടെ എതിർപ്പ് മറികടന്നാണ് റെസിഡൻസ് എഡിറ്ററാക്കിയത്. ഇതിനൊക്കെ മാറ്റം വേണം. ഹമീദ് ഫൈസി അമ്പലക്കളവ്, മുസ്തഫ മുണ്ടുപാറ, ഉമർ ഫൈസി മുക്കം എന്നിവർക്കെതിരെയും കടുത്ത അതിർത്തിയിലാണ് മുസ്ലിം ലീഗ്. അനുനയ നീക്കങ്ങളുടെ വോട്ടെണ്ണൽ വരെ മെല്ലെപ്പോക്ക് സ്വീകരിക്കുകയാണ് ലീഗ്. തെരഞ്ഞെടുപ്പിൽ അനുകൂല ഫലമുണ്ടായാൽ അനുരഞ്ജന നീക്കങ്ങളിൽ ലീഗിന്റെ വിലപേശൽ കടുക്കും. റിപ്പോർട്ടർ, കോഴിക്കോട്.